ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വ്ളോഗാണ് കേട്ടോ. ഇന്നാണെങ്കിൽ ഞാൻ നല്ല നേരത്തെ എണിച്ചു കേട്ടോ. ഇന്ന് നേരത്തെ എണിച്ചെന്ന് പറഞ്ഞാൽ ഒരു ഉണ്ണിയുടെ മാമോദീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോകണമായിരുന്നു. അങ്കമാലിയിലാണ്, പെരുമ്പാവൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തായിരുന്നു കേട്ടോ. ഞങ്ങൾ നേരത്തെ പോയിരുന്നു പറഞ്ഞാൽ അവിടെ ഭയങ്കരമായിട്ട് ട്രാഫിക്കുള്ള സ്ഥലമാണ്. അത് കാരണമാണ് ഞങ്ങൾ നേരത്തെ പോയത്. അപ്പോൾ ഇതാണ് കേട്ടോ ഉണ്ണിയുടെ അമ്മയുടെ വീട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടൊന്ന് ജസ്റ്റ് അങ്ങോട്ട് പോയിട്ട് വന്നു. ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ എൻ്റെ കസിൻസാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോസൊക്കെ കാണുന്നവരാണെങ്കിൽ അറിയാൻ പറ്റും. ഇതൊക്കെ എൻ്റെ കസിൻസാണ്. അപ്പോൾ ഇത് ഞാൻ അപ്പോൾ ഇവിടെയാണെങ്കിൽ നല്ല മഴയായിരുന്നു കേട്ടോ. ഈ അങ്കമാലി എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഈ പെരുമ്പാവൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഭയങ്കര മഴയായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഞങ്ങളത് ഇവിടെ എത്തിയിട്ട് ഇവിടെയാണെങ്കിൽ ഒരു വട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരും കൂടി ഇങ്ങനെ കുളം കര എന്ന് പറഞ്ഞാൽ കളിക്കായിരുന്നു കേട്ടോ. കുളം കര എന്ന് പറഞ്ഞാൽ കളിക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ ബസ്സിലാണ് കേട്ടോ. അവരാണെങ്കിൽ അവിടെ നിന്നൊരു ബസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വന്നിട്ട് പിന്നെ ഞങ്ങൾ നേരെ കാറെടുത്ത് വീട്ടിൽ പോവാണ്. ട്രാവലിൽ ഇറക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കാറെടുത്ത് നേരെ വീട്ടിൽ പോവാണ്. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോളൂ, ലൈക്ക് ചെയ്തോളൂ, കമൻറ്റ് ചെയ്തോളൂ. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ 120 സബ്സ്ക്രൈബേഴ്സായി. അപ്പോൾ എല്ലാവരും വേഗം സബ്സ്ക്രൈബ് ചെയ്തോ. പിന്നെയാണെങ്കിൽ ഗൈസ് എൻ്റെ ബാങ്ക്സൊക്കെ ഇങ്ങനെ പറക്കുകയായിരുന്നു ഗൈസ്. ഇനിയിപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോയോണ്ടിരിക്കുകയാണ്. കുറച്ച് ദൂരമുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ എൻ്റെ വീട്ടിൽ പോവാണ്. ഞാനാണെങ്കിൽ അങ്ങോട്ട് പോകുകയാണെങ്കിൽ ഭയങ്കര ദൂരമായിരുന്നു. അതിൻ്റെ വണ്ടിയിൽ നിന്ന് ട്രാവലിൽ അതിൻ്റെ കാറിൽ നിന്ന് കുറച്ച് കൂടിയുള്ളൂ. അതുകൊണ്ടപ്പോൾ കുറച്ച് ദൂരം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അച്ഛനാണ് കേട്ടോ വണ്ടി ഓടിക്കണേ. അങ്ങനെ ഗൈസ് ഇപ്പോൾ ഞാൻ വീട്ടിലെത്തിയിട്ട് ഞാൻ ഈ ഒരു പിന്നിയൊക്കെ ഇട്ട് ഫ്രഷ് ചെയ്യുന്ന മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ടാ. അപ്പോഴാണെങ്കിൽ ജാനുവിനെ ഞാൻ നോക്കിയിട്ട്, അപ്പോൾ ജാനു ആണെങ്കിൽ ഇങ്ങനെ അവിടെ നോക്കിയിരിക്കുകയായിരുന്നു. എന്താണ്ട് അവൻ നോക്കിയിരിക്കുകയായിരുന്നു. പിന്നെ ഇതാണ് ഞങ്ങളുടെ വീടെന്ന് പറയുന്നത് കണ്ടോ. പിന്നെ ഇവിടെയാണെങ്കിൽ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ കാർമേഘമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ വന്നപ്പോൾ തന്നെ കുറച്ച് നേരം ഫോണിലൊക്കെ ഇരുന്ന് നോക്കി ഇങ്ങനെ കുറച്ച് നേരം കളിച്ചു. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ മുടിയൊക്കെ ഒന്ന് ഇങ്ങനെ ഇങ്ങനെ കെട്ടിയിട്ടാ. ഇങ്ങനെ കെട്ടുന്നതാണ് ഇഷ്ടം. അപ്പോൾ നമ്മുടെ മുടി ഒതുങ്ങിയിരിക്കും. പിന്നെ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ചെരുപ്പ് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് എൻ്റെ ചെരുപ്പ് എന്ന് പറയുന്നത്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ട ചെരുപ്പാണ്. ആ സ്റ്റോൺസ് കുറച്ചൊന്നും എനിക്കിങ്ങനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഈ ചെരുപ്പ് ഒരു നല്ല ഭംഗിയുള്ള പോലെ എനിക്ക് തോന്നിയാണ്. എനിക്കിത് ഇഷ്ടപ്പെട്ട ചെരുപ്പാണ് കേട്ടോ. പിന്നെ ആണെങ്കിൽ ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി നോക്കി കേട്ടോ. അപ്പോഴാണെങ്കിൽ മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് കാർമേഘം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അങ്കമാലിയിൽ ഭയങ്കര നല്ല മഴയായിരുന്നു, നല്ല കാറ്റൊക്കെ ആയിരുന്നു. പിന്നെയാണെങ്കിൽ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആദ്യം തന്നെ പറഞ്ഞ ഒരു ടു ഡു ലിസ്റ്റ് പോലെ ഞാൻ സ്റ്റിക്ക് ചെയ്യുന്നുള്ളിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആണെങ്കിൽ ഫിസിക്സ് ഒരു സ്റ്റോറി എഴുതാറുണ്ടായിരുന്നു. റോൾ നമ്പർ വൈസ് എനിക്ക് പറയണം കണ്ടോ. അതുകൊണ്ട് ഞാൻ അത് സെറ്റായിട്ട് ഞാൻ അത് ടിക്ക് ഇട്ടു. റോൾ നമ്പർ വൈസ് ആണെങ്കിൽ നമ്മൾ ഓരോ സ്റ്റോറി പറയണം കേട്ടോ. അപ്പോൾ എൻ്റെ റോൾ നമ്പർ 5 ആയ കാരണം അടുത്ത് 5 ആണ്. ഞാൻ ഇതൊക്കെ എഴുതി. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്ന് CS ഒരു അസൈൻമെൻറ്റ് ഉണ്ടായിരുന്നു. ഞാൻ ആബ്സെൻ്റ് ആയിരുന്നു കേട്ടോ. അത് കാരണം കൊണ്ട് ഇന്ന് ഞാൻ വേഗം അത് ചെയ്തു. അപ്പോൾ അതിങ്ങനെ എഴുതുമ്പോൾ ഞാനവിടെ എല്ലാ കാര്യങ്ങളും ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുക. ഞാൻ ആരും ഹെൽപ്പ് ചെയ്യാറില്ലെങ്കിൽ പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നത് തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. പിന്നെ ഇതാണ് എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത് എങ്ങനെയുണ്ട്. അപ്പോൾ ഞാൻ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇടയ്ക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റാപ്ലറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഷോർട്സ് വീഡിയോസ് ആണോ കൂടുതൽ ഇഷ്ടം, അല്ലെങ്കിൽ ഇതുപോലത്തെ വീഡിയോ ആണ് ഇഷ്ടം, കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ഗിവയുടെ ഗിഫ്റ്റൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ CS അസൈൻമെൻറ്റ് എന്ന് പറയുന്നത്. ഫ്രണ്ട് പേജ് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്തത്. വേറെ സമ്മാനങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ കണ്ടോളൂ. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇതുണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. വെറുതെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.
ടാറ്റാ. ഞാനിങ്ങനെ വീഡിയോസൊക്കെ ഒരു എസ്തറ്റിക് ഇതിലാക്കാനാണ് നോക്കുന്നത് കേട്ടോ ഗൈസ്. ടാറ്റാ.